ഞങ്ങളുടെ എറണാകുളം ട്രിപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഇന്നലെ തന്നെ എറണാകുളത്ത് എത്തിയിരുന്നെങ്കിലും ഒരു കുടുംബ വീട്ടിൽ അല്പം സമയം ചിലവഴിക്കാനും ലുലു മാളിൽ സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനും ഞങ്ങൾ ഇന്നലത്തെ സമയം ചിലവഴിച്ചു. താമസം ഓഫീസുമായി ബന്ധപ്പെട്ട വിലക്കുറവിൽ കിട്ടിയ റൂമുകളിൽ ആയിരുന്നു. ആദ്യമായി ഞങ്ങൾ പോകുന്നത് മട്ടാഞ്ചേരിയാണ്. കേരള സർക്കാരിൻ്റെ ബോട്ട് സർവീസിലാണ് ഞങ്ങൾ മട്ടാഞ്ചേരിക്ക് യാത്ര ആരംഭിച്ചത്. വേമ്പനാട്ട് കായലിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മട്ടാഞ്ചേരി എത്തി. അവിടെ നിന്നും ഞങ്ങൾ ജൂത തെരുവിലൂടെ നടന്നു. ഇവിടെയെല്ലാം നിറയെ കരകൗശല കടകളാണ്. ഞങ്ങൾ നേരെ പോകുന്നത് മട്ടാഞ്ചേരി സിനഗോഗിലേക്കാണ്. മട്ടാഞ്ചേരി സിനഗോഗ് ഇന്ത്യയിലെ ഏറ്റവും പഴയ സിനഗോഗുകളിൽ ഒന്നാണ്. കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂതത്തെരുവിൽ സ്ഥിതി ചെയ്യുന്ന ഇത് 1568 ആണ് നിർമ്മിച്ചത്. ചരിത്രപരമായും വാസ്തുവിദ്യാപരമായും ഏറെ പ്രാധാന്യമുള്ള ഒന്നാണിത്. ജൂത സമൂഹത്തിന്റെ കേരളത്തിലെ സാന്നിധ്യത്തെയും അവരുടെ സംസ്കാരത്തെയും വിളിച്ചോതുന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ഫ്രീ ആയ എക്സിബിഷൻ ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ അകത്ത് കയറ്റുകയായിരുന്നു കുറച്ച് ചെറുപ്പക്കാർ. ശരിക്കും ആ എക്സിബിഷൻ ഫ്രീ തന്നെയായിരുന്നു. ഇവിടെ നൂലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചില സംഗീത ഉപകരണങ്ങൾ കണ്ടു. അതുപോലെ ഒരു ശവകുടീരവും അവിടെ ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു മുറിയിൽ മനോഹരമായ ഒരു ഗാനം ദൃശ്യത്തോടൊപ്പം പ്രൊജക്ടറിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ കുറച്ചു നേരം അത് കണ്ടു ഇരുന്നു. അടുത്തതായി ഞങ്ങൾ പോയത് ഒരു പോലീസ് മ്യൂസിയത്തിലേക്കായിരുന്നു. ഇവിടെ പോലീസുകാർ ഉപയോഗിച്ചിരുന്ന ധാരാളം ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുൻപ് പോലീസുകാർ ഉപയോഗിച്ചിരുന്ന വേഷവിധാനങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
അവിടെ നിന്നും ഞങ്ങൾ നേരെ പോയത് മട്ടാഞ്ചേരി കൊട്ടാരത്തിലേക്കാണ്. മട്ടാഞ്ചേരി കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ച് കൊച്ചി രാജാവിന് സമ്മാനമായി നൽകിയത്. പിന്നീട് ഡച്ചുകാരാണ് ഇതിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തിയത്. അതുകൊണ്ടാണ് ഇത് ഡച്ച് കൊട്ടാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കൊട്ടാരം അതിൻ്റെ മനോഹരമായ ചുവർച്ചിത്രങ്ങൾക്കും പ്രസിദ്ധമാണ്. ഹിന്ദുപുരാണ കഥകളും ഇതിഹാസങ്ങളും ഒക്കെയാണ് ഈ ചിത്രങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. കൂടാതെ കൊച്ചി രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പഴയ ആയുധങ്ങളും നാണയങ്ങളും മറ്റ് രാജകീയ വസ്തുക്കളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1951 ഈ കൊട്ടാരം കേന്ദ്ര സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചായയും കടിയുമൊക്കെ കഴിച്ച് നേരെ മട്ടാഞ്ചേരി വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് നടന്നു. അവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അല്പസമയം ബോട്ടിനായി കാത്തിരുന്നു. അങ്ങനെ ബോട്ടിനുള്ളിലേക്ക് ഞങ്ങൾ കയറി. വേമ്പനാട്ട് കായലിലൂടെ യാത്ര തുടങ്ങി. ഇടയ്ക്ക് പല സ്റ്റേഷനുകളിൽ ബോട്ട് നിർത്തി. ദൂരെയായി വലിയ വലിയ കപ്പലുകൾ നങ്കൂരമിട്ടിരിക്കുന്നത് കാണാം. ഇവിടെയടുത്ത് തന്നെയുള്ള മറ്റൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ബോൾഗാട്ടി പാലസ്. ബോൾഗട്ടി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു ചരിത്രപ്രസിദ്ധമായ കൊട്ടാരമാണ് ഇത്. ഡച്ചുകാർ 1744 പണികഴിപ്പിച്ച ഈ കൊട്ടാരം പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഗവർണറുടെ വസതിയായി മാറി. ഇപ്പോൾ ഇതൊരു പൈതൃക ഹോട്ടലായി പ്രവർത്തിക്കുന്നു. കൂടാതെ ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ, ഗോൾഫ് കോഴ്സ്, ആയുർവേദ കേന്ദ്രം എന്നിവയും ഉണ്ട്. ഇപ്പോൾ ദൂരെയായി കാണുന്നത് ബോൾഗാട്ടി പാലസ് ആണെന്നാണ് എൻ്റെ നിഗമനം. ഞങ്ങൾ ഹൈക്കോർട്ട് സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെയുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി. റൂമിൽ നിന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് വന്നു. അവിടെ കുറേ സമയം ചിലവഴിച്ചാണ് ഞങ്ങൾ മടങ്ങിയത്. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ട്രെയിൻ അർദ്ധരാത്രിയിലായിരുന്നു. അതിനാൽ റൂമിലേക്ക് മടങ്ങി ലഗേജുകളുമായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു.
റെയിൽവേ സ്റ്റേഷൻ അടുത്തു തന്നെയായിരുന്നു ഞങ്ങളുടെ മുറി. അതിനാൽ നടന്നാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അങ്ങനെ ട്രെയിനിൽ ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി.